ഞാൻ ഈ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ആദ്യം പറയാണ്. നിങ്ങൾ മാക്സിമം ഫുള്ള് കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പല ബുക്കിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ് ഈ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് അതിൽ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്കത് പറ്റും. കാരണം എനിക്ക് വോയിസ് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്കിത് കേട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് നേരം ഈ വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ പത്രത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഞാൻ കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഫോണിന് അത് ആ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഫോണിന് ടെമ്പറേച്ചർ കൂടിയിട്ട് വാണിംഗ് വന്ന് അങ്ങനെ ഞാൻ അത്രയും നേരം സംസാരിച്ചതും കട്ടായിപ്പോയി. അപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. എൻ്റെ കണ്ണ് വരെ ജസ്റ്റ് ഒന്ന് നനഞ്ഞു. കാരണം നമ്മൾ അത്രയും സംസാരിച്ചത് വീണ്ടും സംസാരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും കിട്ടണമെന്നില്ല അത്രയും കാര്യങ്ങൾ. കാരണം ഞാൻ അത്ര ഡീപ്പായിട്ട് ആലോചിച്ചിട്ടാണ് അത്രയും സംസാരിച്ച് വന്നത്. ആ ഒരു ഫ്ലോയും നഷ്ടപ്പെട്ടു, അത്രയും സംസാരിച്ചതും കിട്ടിയില്ല, ആകെ ഒരു വിഷമമായിരുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും ഫുള്ള് കേൾക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് വാർദ്ധക്യം എല്ലാവർക്കും വരുന്നതാണല്ലോ അല്ലേ, രണ്ടാമത്തെ ബാല്യം. അപ്പം എന്താണ് വാർദ്ധക്യത്തിന് നമ്മൾ രണ്ടാമത്തെ ബാല്യം എന്നാണ് പറയുന്നത് പൊതുവെ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കുണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒറ്റപ്പെടൽ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം മിക്കവാറും ദമ്പതിമാരിൽ ഒരാളെ, ഭാര്യയാവാം ഭർത്താവാം, ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് ഇല്ലാണ്ടാവും. അവർ തിരിച്ച് അവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് പോകും, ഇല്ലേ, മരണം വന്നവരെ കൊണ്ടുപോകും. അത് ആര് വേണേലും ആകാം. ചിലപ്പോൾ എന്താണ് അച്ഛനും അമ്മയും ജീവനോടെ കാണും, ചിലപ്പോൾ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇവർക്ക് പ്രിയപ്പെട്ടവർ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ ആ ഒരു നഷ്ടം നികത്താൻ പറ്റാത്ത നഷ്ടം തന്നെയാണ്. ആ ഒരു ചിന്ത, ഒറ്റപ്പെടൽ, അവർക്കുണ്ടാകുന്ന ഉത്കണ്ഠ, അതുവരെയും തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇന്നില്ല, ഇനി ഞാൻ ആരെ ആശ്രയിച്ച് മുന്നോട്ട് പോകും, അല്ലേ? തനിക്കെന്തിനും വിളിക്കാവുന്ന, തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കൊണ്ട് തരുന്ന, അല്ലെങ്കിൽ തനിക്ക് എന്ത് കാര്യവും സംസാരിക്കാൻ പറ്റുന്ന, ഒന്ന് വഴക്ക് പറയാൻ പറ്റുന്ന ഒക്കെ അത്ര ഡീപ്പായിട്ട് സ്നേഹിച്ച, അല്ലെങ്കിൽ പോട്ടെ ഇടയ്ക്കെങ്കിലുമൊക്കെ ഭയങ്കര വഴക്കുണ്ടായിട്ട് നിന്നെ എനിക്ക് വേണ്ട എന്ന് വരെ പറഞ്ഞിട്ടും കൂടെ ജീവിച്ച, ഇല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അതെല്ലാം ഓർത്തിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഭയങ്കര വിഷമമായിരിക്കും, നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്ര വിഷമമായിരിക്കും. അത് ഓരോ ദിവസം ചെല്ലുമ്പോഴും കുറഞ്ഞു വരും, സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റില്ല. അപ്പോൾ അത് ഇവരെ സ്ഥിരം വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇത് വാർദ്ധക്യത്തിലാവുമ്പോൾ ആ ഒറ്റപ്പെടൽ നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഒപ്പം അങ്ങനെ ഈ ഒരു ഫീലിങ് തീർച്ചയായിട്ടും ഈ ചിന്തകൾ വർദ്ധിപ്പിക്കുന്നതിന് മൂലം ഉറക്കം നഷ്ടപ്പെടും. പ്രത്യേകിച്ചും രാത്രിയിൽ മിക്കവരും പറയുന്നത് രാത്രിയിൽ ഉറക്കമില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഉറക്കമില്ലാത്തത്? ഈ ചിന്തകൾ അതിരുവിട്ട് പോകുന്നത് കൊണ്ടാണ് മിക്കപ്പോഴും ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. ശരിയല്ലേ? നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഇരുന്ന് ആലോചിച്ച് പലതും കൂട്ടിവെക്കും. അങ്ങനെ ആണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നമ്മൾ കാട് കയറാൻ തുടങ്ങും. അതാണ് വളരെ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിന്തിക്കും, ഇനി എനിക്ക് ആരുമില്ല, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, എന്തിനു വേണ്ടിയിട്ട് ഇനി ജീവിക്കുന്നു എന്നുള്ളതായിരിക്കും പ്രധാനമായിട്ടും. എന്തിനു വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്നുള്ളത്, ആ ഒരു ചിന്ത ഭയങ്കരമായിട്ടും അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഉറക്കമില്ലായ്മയും ഇങ്ങനെയുള്ള ചിന്തകൾ മൂലം സ്വാഭാവികമായിട്ടും പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകുമ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു പ്രായത്തിലെത്തും. ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെ 30 വയസ്സില്ലാത്ത പോരെ കൊച്ചു കുട്ടികൾക്ക് വരെ
എന്താണ് ഈ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പതുക്കെ ഉണ്ടാവാൻ തുടങ്ങും. അപ്പം ഇന്ന അസുഖം തനിക്കുണ്ട് എന്ന മനസ്സിൽ ഉള്ള ആ ഒരു ആദി, അതും ഈ വാർദ്ധക്യത്തിൽ വലിയൊരു പ്രശ്നമാണ്. ഇത് എല്ലാം ചേർന്നിട്ട് ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം ഉണ്ടാകാൻ തുടങ്ങും. ഭയങ്കര മാനസിക സമ്മർദ്ദമാണ്. ഉറക്കമില്ലായ്മ, ആഹാരം വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള നൂറ് പ്രശ്നങ്ങൾ. ഇപ്പം തൈറോയിഡിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ വിറയൽ എന്ന് പറയും. ചിലർക്കിങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നതുമ്പോഴും വിറയും, തല ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും, കൈകൾക്കൊക്കെ വിറയൽ വരും. ഇതൊക്കെ എന്താണ് ഭയങ്കരമായിട്ടും അവരെ ബാധിക്കുന്ന ഒരു അസുഖങ്ങളാണ്. അവരെ മാനസികമായിട്ട് തകർക്കുന്ന. കാരണം നമുക്ക് ഈ വിറയലൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കയ്യിൽ നിന്ന് നമ്മളൊരു സാധനം പിടിച്ചേക്കുവാണെങ്കിൽ അത് കയ്യിൽ നിന്ന് താഴെ വീണു പോകും, അല്ലെങ്കിൽ തനിക്ക് നടക്കുമ്പോൾ വീണു പോകും എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവരിലേക്ക് വരും. പാർക്കിൻസൺസ്, അതാണ് അസുഖം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾ ഒരു സമയത്ത് ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അതിനൊപ്പം തന്നെ വരുന്ന വലിയൊരു അസുഖമാണ് മറവി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയും മറവി എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. സത്യമാണ്. കഴിഞ്ഞ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മറവി, അതൊരിക്കലും പോസിറ്റീവുകൾ മറക്കുമ്പോഴല്ല, നെഗറ്റീവുകൾ മറക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മറവി നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ പോസിറ്റീവുകൾ കൂടി മറക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം മറന്നു പോകുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു അസുഖത്തിൻ്റെ ഭാഗമായി മാറുകയാണ്, അല്ലേ? അങ്ങനെ ഈ മറവി രോഗം കൂടെ വരുമ്പോൾ എന്താണ്, പലപ്പോഴും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാനുള്ള ചാൻസ് വരും. പറഞ്ഞിട്ടെന്താ ഓർത്തില്ലേ? ചിലപ്പോൾ എന്താണ്, നമ്മൾ ഇപ്പം വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് മോട്ടർ ഇട്ടേക്കുന്നു, പക്ഷേ മോട്ടർ ഓഫ് ചെയ്യാൻ മറന്നു പോകും, വെള്ളം കുറേ പാഴായി പോകും. അല്ലെങ്കിൽ ഫാന് ലൈറ്റും ഒക്കെ ഇട്ടിട്ട് തിരിച്ച് ഓഫ് ചെയ്യാൻ മറക്കുന്നു, അല്ലേ? ഇല്ലെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലെന്തെങ്കിലും കറി വെച്ചിട്ട് എവിടെയെങ്കിലും പോയിരുന്നു ഇരുന്നിട്ട് വരാം, അത് തിളയ്ക്കട്ടെ എന്ന് വിചാരിച്ചു വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അത് മറന്നു പോകുന്നു, അല്ലേ? മരുന്ന് സമയത്ത് കഴിക്കാൻ മറന്നു പോകുന്നു. ചിലപ്പോൾ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കണം, ഇന്ന സമയത്തൊന്നും ചെയ്തേക്കണം, പക്ഷെ നമ്മളത് ചെയ്യാതെ പോകുന്നു. ഇങ്ങനെ 100 കൂട്ടം മറവികൾ വരുന്നു. എല്ലാത്തിനും ഒരു മറവി വരുന്നു. അപ്പോഴെന്താണ് മറ്റുള്ളവർ അതിൻ്റെ പേരിൽ വഴക്ക് പറയുന്നത്, എന്തോ ഓർത്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടും വിഷമം തോന്നും, അല്ലേ? ചിലപ്പം ഗ്യാസൊക്കെ തുറന്നു വെച്ചാൽ അതൊക്കെ വലിയ വലിയ അപകടങ്ങളാണ്. ഒരിക്കലും അവരറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, അവർ മറന്നു പോകുന്നതാണ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ കുക്ക് ചെയ്യുന്ന രീതി വെച്ച് പറയുകയാണ്, നമുക്ക് അങ്ങനെ മറവി എന്നുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും തീ കുറച്ച് വയ്ക്കുക. തീ കുറച്ച് വെച്ചിട്ട് പാചകം ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, തീ കൂട്ടി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ആ പാചകം ചെയ്യുന്നതിൻ്റെ ഒപ്പം മറ്റെന്തെങ്കിലും ജോലി അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകും. അപ്പോൾ ഇതിൽ ശ്രദ്ധ കിട്ടുകയും ചെയ്യും പാചകത്തിൽ. എവിടോട്ടെങ്കിലും മാറി നിന്ന് 10 മിനിറ്റ് ഇരിക്കണം എന്നുള്ളവരാണെങ്കിൽ ഏറ്റവും തീ കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇത്തിരി താമസിച്ചാലും അത്രയും അല്ലേ അപകടം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയല്ലേ, അല്ലെങ്കിൽ ചിലപ്പം നമ്മളുണ്ടാക്കുന്ന കറി തന്നെ മോശമായി കരിഞ്ഞ് പാത്രവും കൂടെ മോശമായി പോകുമായിരിക്കും. അപ്പം നമ്മളെപ്പോഴും അത് കോൺസെൻട്രേഷൻ നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും നമ്മൾ ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ ശ്രദ്ധ കൊടുത്ത് നമ്മുടെ ആ ഓർമ്മശക്തി വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ മാമനാണെങ്കിൽ, എൻ്റെ അമ്മയ്ക്കൊക്കെ മറന്നു പോകുന്നു. അപ്പം എൻ്റെ മാമൻ, അമ്മയുടെ ആങ്ങള, അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത്, നമ്മളെവിടെ വെച്ചിട്ടാണോ മറന്നു പോയത് അവിടെ ചെന്ന് നോക്കണം, അവിടെ ചെന്ന് നിന്നിട്ട് ആലോചിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഓർത്ത്, എന്ത് ചെയ്യാനുണ്ട്, ഇങ്ങനെ എന്തൊടുക്കാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നമ്മൾ എവിടെ വെച്ചാണോ മറന്നുപോയി അവിടെ ചെന്ന് നിന്നുകൊണ്ട് ആലോചിക്കണമെന്ന് പറയും. അപ്പോൾ നമുക്ക് ഓർമ്മ വരും. അത് ഓരോരുത്തരുടെയും ഓരോരുത്തരും മറന്നുപോയതിനെ ഓർത്തെടുക്കുന്ന ഒരു രീതിയാണ്. എനിക്കാണെങ്കിൽ ചില സമയത്ത് ഏറ്റവും അടുത്ത ആളുകളുടെ പേര് മറന്നു പോകും. അതാണ് വലിയൊരു പ്രശ്നം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ പേരെന്തുവായിരുന്നു എന്നിങ്ങനെ ആലോചിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു മറവിയുണ്ട്. പിന്നെന്താണ്, നമ്മൾ എഴുതി വയ്ക്കുക.
മറവിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും നമ്മൾ എഴുതി വെക്കുക. പിന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക, വെള്ളം കുടിക്കാനുള്ള വെള്ളം നമ്മൾ ഗ്യാസിൽ വെച്ചു, അത് തിളച്ച് വരാൻ വലിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ തിളച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫോണിൽ അലാറം വയ്ക്കുക. അലാറം വെച്ചിട്ട്, അലാറം ഉച്ചത്തിലുള്ള സൗണ്ട് വെക്കണം കേട്ടോ, വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. അപ്പോൾ ഒരു സമയമാകുമ്പോഴത്തേക്ക് അലാറം അടിക്കും. നമുക്കപ്പോൾ ഓർമ്മ എന്തിനാ അലാറം വെച്ചതെന്ന് ഓർത്തു. അപ്പം നമ്മൾ വെള്ളത്തിന് അപ്പോൾ അവിടെ ചെന്ന് നോക്കി. അതുപോലെ തന്നെ മോട്ടർ അടിക്കുന്ന ഒരുപാട് സമയം വേണ്ടി വന്നാൽ അതും അലാറം വയ്ക്കാം. മരുന്ന് കഴിക്കുന്ന അതും അലാറം വയ്ക്കാം അല്ലേ. ആഹാരം കഴിക്കാനുള്ള കാര്യം മറന്നു പോകും, അങ്ങനെയും അലാറം വയ്ക്കാം. ഈ അലാറം എന്നുള്ളത് ഒരുപാട് രീതിയിൽ ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെയും നമുക്ക് അത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഉത്കണ്ഠ എന്നുള്ളത് എന്തിനെക്കുറിച്ചായിരിക്കാം? എന്തായി മാറും, എന്നെ ആരെങ്കിലും നോക്കുമോ, വയ്യാതെ വന്നാൽ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും ഒറ്റയ്ക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക. ആ സമയത്ത് നമ്മൾ ഇച്ചിരി ദൈവവിശ്വാസമൊക്കെ വരുത്തുന്നത് നല്ലതാണ്. കാരണം അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. നിങ്ങളാദ്യം അത് ചെയ്യുക. വിശ്വാസമില്ലാത്തവരെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെറിയ ഒരു വിശ്വാസം ഉണ്ടെങ്കിലും ഉള്ളവരാണെങ്കിൽ പോലും ഒരു വാർദ്ധക്യ സമയത്ത് നമ്മൾ ഇത്തിരി വിശ്വാസം കൂടുതൽ കാണിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. എപ്പോഴായാലും ഒരു വിളക്ക് കത്തിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലിംഗാണ്. ആ വിളക്ക് കത്തി നിൽക്കുന്നത് കാണാനൊരു ഐശ്വര്യം, നമ്മുടെ മനസ്സിനൊരു സന്തോഷം. എപ്പോഴും ഇരുട്ടിൽ നിന്നുള്ള ആ ഒരു മോചനമാണ് ആ ഒരു വെട്ടം കൊണ്ട്, അല്ലെ, ആ വിളക്ക് കത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വെട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നെഗറ്റീവുകളെയൊക്കെ മാറ്റി നിർത്തി അവിടെ ഒരു പോസിറ്റീവ് വരികയാണ്. അപ്പോൾ എന്താണ്, രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലേ. ചിലർക്ക് രാവിലെ എണ്ണീച്ച് കുളിച്ചിട്ട് വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേരുണ്ട് രാവിലെ എണ്ണീറ്റ് കുളിക്കാതെ കയ്യും കാലും മുഖവും ഒന്ന് കഴുകിയിട്ട് വിളക്ക് കത്തിക്കുന്നവരുണ്ട്. ഒരുപാട് പ്രായമുള്ളൂ. കാരണം അവർക്ക് ആ രാവിലെ എഴുന്നേറ്റ് കുളിക്കുക എന്നുള്ളത് ഒരു സാധ്യമായ കാര്യമല്ല അവരെ സംബന്ധിച്ച്, അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുണ്ട്. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ഈശ്വരനെല്ലാം കാണുന്നതല്ലേ, ഈശ്വരൻ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളൊന്ന് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് ചെന്ന് മനസ്സോടുകൂടി ചെയ്യുക എന്നുള്ളത്. വൈകുന്നേരവും അതുപോലെ ചെയ്യണം. അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോവുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ കുറേ ഉത്കണ്ഠകളൊന്ന് അകന്ന് നിൽക്കും. കാരണം ഉത്കണ്ഠകൾ വരുന്നത് വെറുതെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ ചിന്തകൾ വരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഒഴിവാകാൻ നമുക്ക് ദിവസവും ഇങ്ങനെയുള്ള കാര്യം, ചിലർക്ക് എല്ലാ ദിവസവും വിളക്കൊക്കെ തേച്ച് കത്തിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ തേച്ച് കത്തിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു മനസ്സുണ്ട്. ആ ഒരു വിളക്ക് തേക്കുക എന്ന് പറയുമ്പോൾ അത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ എത്രയും വൃത്തിയായോ എന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങും. വൃത്തിയായോ കുറച്ചുകൂടെ വൃത്തിയാക്കാനുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും. നമ്മുടെ ഉള്ളിൽ ഇത് നേടണം, വൃത്തിയാകണം എന്നുള്ളൊരു വാശിയുണ്ടാകും. അപ്പം നമ്മളങ്ങനെ ആ വാശിയിലൂടെ അത് വൃത്തിയാക്കി എടുക്കുമ്പോൾ നമ്മളുടെ ഒരു എയിം എത്തി, ഇല്ലേ, നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ളത് വരും. അപ്പം അങ്ങനെ നമുക്കത് സാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടാകും. പിന്നെ അമ്പലങ്ങളിലേക്ക് പോവുക, നമുക്ക് മനസ്സ് ശാന്തമാകും. അവിടെ ചെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം വർത്താനം പറയാം, ഓക്കെ. അതിൻ്റെ അപ്പുറത്ത് മണിക്കൂറുകളിരുന്ന് വർത്താനം പറയാൻ പോലും കുറച്ച് നേരം അമ്പലത്തിലിരിക്കുക, അമ്പലത്തിൻ്റെ ചുറ്റുപാടുമൊക്കെ നോക്കുക. ആലുണ്ട്, നല്ല കാറ്റ്, ഒരു പ്രത്യേക അന്തരീക്ഷം, മനസ്സ്, ഈ വിളക്കൊക്കെ എല്ലാം നിറച്ച് കത്തിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനസ്സ് ശാന്തം. പിന്നെ പറയാനുള്ളതെല്ലാം അവിടെ പറയാം, കേൾക്കാൻ ആളുണ്ട് അവിടെ, അല്ലേ. തിരിച്ചൊന്നും നമ്മളോട് വഴക്കും പറയത്തില്ല, നമ്മൾ പറയുന്നതിന് എനിക്ക് സമയമില്ല എന്നൊന്നും പറയില്ല. അവിടെ ഉള്ള ആൾ നമ്മൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായി. പിന്നെ നമുക്ക് എന്താണ് തോന്നുന്നത്, നമുക്ക് പ്രായമായി, നമുക്ക് വയ്യാതെ വരുമ്പോൾ നമ്മളെ ആരും നോക്കില്ല എന്നൊക്കെയുള്ള ചിന്ത, അതെല്ലാം നമുക്കവിടെ പറയാം. ഒരിക്കലും നമ്മൾ വിചാരിക്കല്ല് നമുക്കൊന്ന് വയ്യാതെ വന്നാൽ ആരും കാണില്ല എന്ന്. നമുക്ക് മോശം അവസ്ഥയൊക്കെ ഉണ്ടാകും, പക്ഷേ നമ്മളെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും. നമ്മുടെ മക്കളില്ല എന്നുള്ള വിഷമത്തിലിരിക്കുന്ന നമുക്ക് മറ്റാരെങ്കിലും വരും ആ സമയത്ത്, അല്ലേ, നമ്മളെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വരാൻ പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനാവേണ്ട കാര്യമില്ല. അങ്ങനെ ടെൻഷനായാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കിടപ്പിലായിപ്പോവും. അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം,
എനിക്കതാണ് യോഗമെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും നോക്കും. ഇങ്ങനെ മനസ്സിനൊരു ധൈര്യം കൊടുത്തുകൊണ്ട് ജീവിക്കുക, അത് വലിയൊരു കാര്യമാണ്. ആ ധൈര്യമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ വാർദ്ധക്യകാലത്ത്, അല്ലേ? പിന്നെ നമുക്ക് ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്ന ആ സമയത്ത് സംസാരിക്കാനായിട്ട് കുട്ടികളെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊച്ചുമക്കളോ അയലത്തുള്ള കൊച്ചു കുട്ടികളോ ഒക്കെ നമ്മളെ വന്ന് കാണുക, നമ്മൾ അവരോട് തുറന്ന് സംസാരിക്കണം. ചിലർ കുട്ടികളോടൊന്നും വലിയ സംസാരം നടത്താത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്ത് കുട്ടികളോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കുക. അപ്പോൾ അവരോരോ കുറേ 100 കൂട്ടം കാര്യങ്ങൾക്ക് സംശയമുള്ള ആളുകളാണ് കൊച്ചുകുട്ടികൾ. അപ്പം നിങ്ങളോട് ഒരുപാട് സംശയങ്ങൾ അവർ ചോദിക്കും. അപ്പം നിങ്ങളെന്താണ് അവർക്ക് കറക്റ്റായ മറുപടി കൊടുക്കുക, നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം കുട്ടികൾക്ക് തീർച്ചയായിട്ടും കളികളെക്കുറിച്ച് അറിയാനാണ് താല്പര്യം. അപ്പം പണ്ടത്തെ കളികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ കുഞ്ഞിലെ കളിച്ച കളികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴെന്താണ് നിങ്ങളറിയാതെ തന്നെ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ പഴയ കാലത്തിലേക്ക് പോവും. അന്ന് നമ്മൾ എന്ത് കളിയാണോ നമ്മളന്ന് കളിച്ചത്. ഇപ്പോൾ അക്കുകളി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു കല്ലിങ്ങനെ എറിഞ്ഞിട്ട് കളമൊക്കെ വരച്ചിട്ടുള്ള, ഞങ്ങളുടെ നാട്ടിൽ അക്ക് കളിക്കുക എന്ന് പറയും. അപ്പം അത്, അല്ലെങ്കിൽ പിന്നെ സാറ്റ് കളി, ഒളിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കുട്ടിയും കോലും കളി, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കളികളുണ്ട്. അപ്പം പിന്നെ കുറേ നാടൻ കളികളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ള കളികളൊക്കെ നമ്മുടെ അന്നത്തെ ചെറുപ്പത്തിലുള്ള കളികളെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതെങ്ങനെയാണ് ആ കളികളുടെ തുടക്കവും അതെങ്ങനെയാണ് വിജയിക്കുന്നത് ഓരോരുത്തരും, ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മൾ അറിയാതെ നമ്മുടെ പഴയ കാലത്തിലേക്ക് പോവുക. അപ്പം മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും. അങ്ങനെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു ഇൻട്രസ്റ്റാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങൾ തിരക്കി ഇവിടെ ആൾ വരും, അമ്മൂമ്മയോട് സംസാരിക്കണം അല്ലെങ്കിൽ അപ്പൂപ്പനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കാശ് വരുമ്പോൾ ഇത്തിരി മധുരം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക വല്ലപ്പോഴും. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ മാങ്ങയൊക്കെ വീഴുന്ന സമയത്ത് മാങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു മാങ്ങയൊക്കെ കൊടുത്ത്, അല്ലേ? അങ്ങനെയൊക്കെ കുട്ടികളെ ഒന്ന് സ്നേഹിക്കുക. അപ്പം നമ്മളെ അവർ സ്നേഹിക്കും, നമുക്ക് ഒരുപാട് സ്നേഹം അവരോടും തോന്നും. അപ്പം നമ്മുടെ സമയം പോവും, പല ചിന്തകളും നമ്മളിൽ നിന്ന് മാഞ്ഞു നിൽക്കും. ഉറങ്ങാനുള്ള സമയം ആയി, എനിക്ക് ഉറക്കം വരുന്നു എന്ന സമയത്ത് മാത്രം കട്ടിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. വെറുതെ പോയി കിടന്നിട്ട് ആലോചിക്കരുത്. കാരണം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഉറക്കം വരുമ്പോൾ നമ്മൾ കിടക്കുക. ഇല്ലെങ്കിൽ ചിലർക്ക് വായിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും. അപ്പം ഒരു പുസ്തകം കരുതുക, അത് വായിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക, നമ്മളറിയാതെ ഉറങ്ങിപ്പോട്ടെ, അല്ലേ? പിന്നെ ധാരാളം വെള്ളം കുടിച്ചാൽ അത് നമുക്ക് പിന്നീട് എപ്പോഴും ബാത്റൂമിൽ പോകണമെന്നുള്ള, അപ്പം നമ്മൾ അതിനനുസരിച്ച് വെള്ളം കുടിക്കുക. നമ്മളുടെ മരുന്നുകളൊക്കെ കൃത്യസമയത്ത് കഴിക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കുന്നതിന് ഒരു മടിയും വേണ്ട. പിന്നെ വീട്ടുജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ മാക്സിമം ചെയ്യണം. കാരണം നമ്മുടെ ശരീരത്തിനൊരു വ്യായാമം ആവശ്യമാണ്. വീട്ടുജോലികളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ വ്യായാമങ്ങളുണ്ട്. അതെന്തെങ്കിലുമൊക്കെ നമ്മൾ ദിവസവും ചെയ്യണം. കൈകാല് അനക്കുന്നതോ കൈ ഉയർത്തുന്നതോ താഴ്ത്തുന്നതോ ഒക്കെ. നമുക്ക് അങ്ങനെ ഉയർത്തുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പം വേദന ഉണ്ടാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളത് വേണ്ട വിധത്തിൽ നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കാത്തത് കൊണ്ടാണ് ആ വേദന ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ മുട്ടിൻ്റെ ആ ജോയിൻസിനൊക്കെ നല്ല ഫ്ലൂയിഡൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ കുറഞ്ഞു വരുന്നത് നമ്മുടെ വ്യായാമക്കുറവ് കൊണ്ടാണ്. നമ്മളപ്പോൾ ആ വ്യായാമം ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഫ്ലൂയിഡൊക്കെ തനിയെ ഉൽപ്പാദിപ്പിക്കും, നമുക്ക് ആ വേദനകൾക്കൊക്കെ കുറവ് വരും. പിന്നെ അധികമായിട്ട് എണ്ണ അതും ഇതുമൊക്കെ ചേർന്നിട്ടുള്ള ഫുഡുകളൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് ആഹാരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീരത്തിനുള്ള ബെസ്റ്റായിട്ടുള്ള മെഡിസിനാണ് നമ്മുടെ ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിലുള്ള ആഹാരം കഴിക്കുക. ഫൈബർ, പ്രോട്ടീൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുക. പയർ മുളപ്പിച്ചതോ പയർ പുഴുങ്ങി, അങ്ങനെയൊക്കെയുള്ള മുട്ട, പാല്, ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. ഇപ്പം നമ്മളോർക്കും എനിക്ക് പൈസ ഇല്ല അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് പെൻഷനോ മറ്റാനുകൂല്യം എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൈ വരും. ആ സമയത്തെങ്കിലും നമ്മളിതൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണമെന്നൊക്കെ ചോദിക്കുക.
അല്ലെങ്കിൽ എന്താണ് മകനും മരുമകൾക്കോ മരുമകനോ മകൾക്കോ ഒക്കെ ഫീലിംഗ് ഉണ്ടാകും. അപ്പം നമ്മൾ വീട്ടിലുള്ളവർക്കൂടെ ഒരു പരിഗണന കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവർ ചിലരുണ്ട് പ്രായമാകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നവരുണ്ട്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെയായിരുന്നു. അമ്മയ്ക്ക് ഡെയിലി ഓരോ പാക്കറ്റ് പാൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് കാച്ചി കൊടുക്കുമായിരുന്നു. പിന്നെ എന്തൊക്കെയാണോ ആ അമ്മയ്ക്ക് വേണ്ടതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ആ അമ്മ ജീവനോടില്ല, കുറച്ച് നാളേ ഉള്ളൂ മരിച്ചു പോയിട്ട്. അപ്പോൾ അതുപോലെ നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സും സാമ്പത്തിക സ്ഥിതിയുള്ള മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യുക. കാരണം ആ അമ്മ നൽകിയ പാലാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ജീവൻ നിലനിൽക്കാനായിട്ടുള്ള കാരണം, അല്ലേ? നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമ്മളിതൊക്കെ കഴിച്ച് വളർന്നവരല്ലല്ലോ. ആ അമ്മ നൽകിയ ആ സ്നേഹമാകുന്ന പാൽ അത് കുടിച്ചാണ് നമ്മൾ വളർന്ന് വലുതായത്. അപ്പം തിരിച്ച് നമുക്ക് അവർക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ നല്ല നല്ല ആഹാരങ്ങൾ വയസ്സ് കാലത്ത് അല്ലെങ്കിൽ വാർദ്ധക്യകാലത്ത് നമ്മൾ തിരിച്ചും കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം. അവരെപ്പോഴാണ് നമ്മൾ അവർക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുക. പക്ഷേ അവർക്കൊരു വയ്യാഴിക വരുന്നു, വാർദ്ധക്യമായി, അവർക്ക് പഴയ പോലെ പറ്റുന്നില്ല ജോലി ചെയ്യാൻ എന്നുള്ള സമയത്ത് നമ്മൾ അവരുടെ ഒപ്പം നിൽക്കണം. അവർക്ക് നൽകുന്ന ഒരു പരിഗണന, ആ സമയത്ത് കിട്ടുന്ന പരിഗണനയാണ് അവരെ വീഴ്ത്താതെ പിടിക്കുന്നത്. അവരെ കട്ടിൽ കിടത്താതെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ അവർക്ക് വേണ്ട മനക്കരുത്ത് നൽകുന്നത് ഈ ഒരു പരിഗണനയാണ്. ആ സമയം നമ്മൾ അവർക്ക് ചെക്കപ്പുകൾ ആവശ്യമുള്ളതുകൊണ്ട് അപ്പം ബ്ലഡ് ടെസ്റ്റൊക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ആഹാരം അല്ലേ, പിന്നെ ഡ്രസ്സൊക്കെ കഴുകി കൊടുക്കാം. അവർക്ക് പറ്റില്ലെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ പ്രായം ആയി എന്ന് പറഞ്ഞിട്ട് ജോലികളൊന്നും ചെയ്യാതിരിക്കല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലികളെല്ലാം ചെയ്യും. ഇപ്പം നമുക്കൊരു കറി വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വയ്ക്കാം. ഇപ്പം പച്ചക്കറി അരിഞ്ഞു കൊടുക്കുകയോ മുറ്റം തൂത്തോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെന്താണ്, വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അല്ലേ, പിന്നെ എവിടെയെങ്കിലും നടക്കുമ്പോഴും ഒക്കെ തട്ടുകയോ മുട്ടുകയോ ഒന്നും ചെയ്യാതെ, അങ്ങനെ തട്ടിയും മുട്ടിയും ഒന്നും വീഴാതെ, ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ടൈലൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, തെന്നി വീഴാതിരിക്കാൻ നമ്മളെപ്പോഴും പിടിച്ചുകൊണ്ട് ഇറങ്ങുകയും പിടിച്ചുകൊണ്ട് കയറുകയും ബാത്റൂമിൽ നിൽക്കുമ്പോഴെല്ലാം എണ്ണയൊക്കെ അധികം വീഴാതെ ഒക്കെ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ശരീരത്തെ ഉടയാതെ സൂക്ഷിക്കണം ആ ഒരു പ്രായമാകുമ്പോൾ. കാരണം നമുക്ക് എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ബലം കുറഞ്ഞു വരുന്ന സമയമാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ആഹാരം കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളെത്ര ആഹാരം കൊടുത്താലും അതിനൊക്കെ ഒരു ശോഷണം എന്തായാലും സംഭവിക്കും. ഇത്രയും വർഷം നമ്മൾ ജീവിച്ചതല്ലേ, ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലേ. അപ്പം അതിൻ്റെ ഒരു ശോഷണം ഉണ്ടാകും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമമുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലേ. നമ്മൾ പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കാൻ പാടില്ല. കാരണം നാളെ ഈ പച്ചിലയും പഴുത്ത് വരും, അതും വീഴും അല്ലേ. അതാണ് പ്രകൃതിയുടെ നിയമം. അപ്പോൾ അതുപോലെ നമുക്കും ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് പ്രായമായി ആ ആൾക്കാരെ നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ എങ്ങനെ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ നോക്കുന്നു എന്നെല്ലാം കണ്ടു വളരുന്ന നമ്മുടെ കൂടെയുള്ള ഒരു തലമുറയുണ്ട്, നമ്മുടെ കുട്ടികൾ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ നാളെ അവർ വലുതാകുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും നമ്മളെ അതുപോലെ അവർ ശ്രദ്ധിക്കും. അപ്പം അവരുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു നന്മ വളരുവാനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ അവരും നല്ലത് കണ്ട് വളരട്ടെ അല്ലേ. അങ്ങനെ ആ വാർദ്ധക്യത്തിലെ കുറേയധികം പ്രശ്നങ്ങളും ഉത്കണ്ഠകളും ഒക്കെ മാറ്റി വെച്ച് കുറച്ച് സമാധാനവും കുറച്ച് ടെൻഷനും ഒക്കെ മാറ്റി സമാധാനമൊക്കെ വീണ്ടും കിട്ടത്തക്ക രീതിയിലുള്ള ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകണം. ആരും ഒരിക്കലും ഒറ്റയ്ക്കല്ല. എൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യം, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ കാണുമെന്ന്. ഞാൻ എപ്പോഴും പറയുന്നവർ, ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ കാണും. ഞാൻ എപ്പോഴും ആരോട് എന്തെങ്കിലും നമ്മുടെ അവസ്ഥ ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കണേ, അപ്പം ഞാൻ പറയും, ആരുമില്ല എന്ന് കരുതരുത്. ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ട്. അതാണല്ലോ ഈശ്വരൻ. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈശ്വരൻ നിലകൊള്ളുന്നത്. അല്ലാതെ എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ ഇതുള്ളവരുടെ കൂടൊന്നും അല്ല ഈശ്വരൻ. നമുക്ക് പണ്ടൊരു പദ്യം തന്നെ, അങ്ങനത്തെ ഒരു പദ്യം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ളതാണ്. അത് മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പം
അതെല്ലാം എന്താണ്, കഷ്ടപ്പെടുന്നവർക്കൊപ്പമാണ് ഈശ്വരൻ. കഷ്ടപ്പാടുകൾ ഒരിക്കലും വെറുതെ ആവില്ല. ഇപ്പം ഞാനീ ചെയ്യുന്ന കഷ്ടപ്പാട് ഇപ്പം എത്ര മണിയായി, 11 മണിയൊക്കെ കഴിഞ്ഞു. ചിലപ്പം ഞാനിപ്പം കിടക്കുമ്പം 12 മണി എന്തായാലും കഴിയും. അപ്പോൾ അത്രയും സമയം ഞാൻ എൻ്റെ വായിലെ വെള്ളം വറ്റിച്ച് സംസാരിക്കുകയാണ് അല്ലേ. അപ്പം ഇത്രയും കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഒരു വലിയൊരു കഷ്ടപ്പാട് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് കുഞ്ഞിൻ്റെ ഒപ്പം അവളുടെ കാര്യം നോക്കണം, എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, ആഹാര കാര്യങ്ങൾ നോക്കണം, വീട് നോക്കണം, തുണി കഴുകണം, ഇങ്ങനെയുള്ള 100 കൂട്ടം കാര്യമുണ്ട്. എപ്പോഴാണൊന്ന് ഫ്രീ ആകുമെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഫ്രീ ആകുന്നത്. ഉച്ച സമയത്ത് അവൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് തുണി കഴുകലും വീട്ടു ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ഒതുക്കിയിട്ട് വന്ന് കുറച്ച് വീഡിയോ ചെയ്യാൻ നോക്കും. ഇപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ നോക്കും. അപ്പം അതൊരു കഷ്ടപ്പാട് തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെടണം. വെറുതെ നമ്മളുടെ ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഒരുപക്ഷെ അത് ഈശ്വരൻ കാണുന്നത്. നമ്മൾ ഇപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫലം എനിക്ക് ഈശ്വരൻ തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അല്ലേ. നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പറയുന്നത്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഞാൻ ഒരിക്കലും ആരോഗ്യം കൊണ്ടും അങ്ങോട്ട് പറഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് എൻ്റെ കൂട്ടുകാരോടോ ബന്ധുക്കളോടോ സ്വന്തം വീട്ടിൽ എൻ്റെ അനിയനോട് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പം എൻ്റെ ചാനലിൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. എന്താണ്, ഞാൻ എൻ്റെ കഷ്ടപ്പാട് മൂലം ഞാൻ ഉയർന്നു വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വന്ന് കണ്ട് അതിന് ശേഷം മാത്രം എൻ്റെ മറ്റുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ സഹായം സ്വീകരിക്കുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. അല്ലാതെ വെറുതെ ഒരു നേരം പോക്കിന് കുറേ വീഡിയോസ് ഇട്ടിട്ട് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇതേപോലെ തന്നെ ഒരു വാർദ്ധക്യ സമയത്ത് നിങ്ങൾക്കും ഫോണൊക്കെ യൂസ് ചെയ്യാനും ആർക്കും പറ്റും. ഇപ്പം പിന്നെ നെറ്റിൻ്റെ കണക്ഷൻ ആണെങ്കിൽ വീടുകളിരിക്കുന്നത് വൈഫൈ കണക്ഷൻ ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിലുണ്ട്. അപ്പം ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്തൊരു വീട്ടിലുണ്ട്. അപ്പോൾ അവിടെയും വന്നിട്ടുണ്ട്. അതിൻ്റെ പാസ്വേഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് കിട്ടും, അങ്ങോട്ടൊക്കെ നീങ്ങി നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഉള്ള കാര്യം. അപ്പം ഇവിടെ ഇനി എടുക്കണം എന്നുള്ളൊരു ഇതിലാണ്. കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അപ്പം നമ്മളുടെയൊക്കെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചാനൽ തുടങ്ങാം. അത് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ സംസാരിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് മാത്രം വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. അതൊരിക്കലും നമുക്ക് കോടികൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ചെയ്യണ്ട. ആളുകൾ കാണുമെന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, വിജയിക്കുക. നമ്മൾ വിജയിക്കുക എന്ന് പറയുമ്പോൾ ഒരാളെങ്കിലും ഒരാൾ നമ്മുടെ വീഡിയോ കാണുക എന്നുള്ളത് ഒരു വിജയമാണ്. നാളെ അത് 2ആയി 3ആയി 10ആയി 20ആയി അങ്ങനെ എണ്ണം കൂടി വരിക എന്ന് പറയുമ്പോൾ അതെല്ലാം നമ്മുടെ വിജയത്തിൻ്റെ ഭാഗമാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മാനസിക സമ്മർദ്ദം ഉണ്ടാകും. അതൊക്കെ നമുക്ക് പറയാം, നമ്മുടെ വീഡിയോസിലൂടെ പറയാം. അപ്പം നമ്മുടെ മനസ്സും റിലാക്സ് ആവും, നിങ്ങൾക്ക് സമയം പോവും അല്ലേ. ചാനൽ വിജയിച്ചില്ല എന്നുള്ളതൊന്നും ഈ ഒരു സമയത്ത് ചിന്തിക്കരുത്. നമ്മൾ ആ ഒരു ജോലി നമ്മുടെ കടമ അല്ലെങ്കിൽ നമ്മളുടെ ചെയ്യേണ്ട ഒരു കർത്തവ്യം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ബാക്കി കേൾക്കുന്നവരുടെ ഇഷ്ടത്തിന് വിടുക, അല്ലാതെ എന്ത് പറയാനാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സമയം പോകും. വെറുതെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെല്ലാം ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ മറ്റൊരു ചാനലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നല്ല വ്യൂ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പം ഈ ഫോണിൻ്റെ കംപ്ലൈൻറ്റും മറ്റു കാര്യങ്ങളോട്ട് ഇപ്പം ഞാൻ ഓർത്ത് വല്ലപ്പോഴും ഒരു വീഡിയോ വെച്ച് ചെയ്താൽ മതി. അതില്ല, കാരണം ഇതെന്തെങ്കിലും ആയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറകെ പോകാം ഫുള്ളായിട്ട്. കാരണം ഞാൻ അതും ഇതും കൂടെ നോക്കിയാൽ രണ്ടും നടക്കുകയില്ല. മാത്രമല്ല അത് മലയാളത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ വേണം പറയാൻ. ഒരിക്കലും ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ പാടില്ല. ആ രീതിയിൽ പെർഫെക്റ്റായിട്ട് വേണം എനിക്ക് ആ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അതിന് റെഫറൻസ് ആവശ്യമാണ്. എൻ്റെ ടെക്സ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ച് വായിച്ച് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനൊരിച്ചിരി താമസമൊക്കെ വരും. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ ആ ചാനലിനെ നിർത്തിയിരിക്കുകയാണ്, സൗമ്യ മാനസം. അപ്പം അതങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം വാർദ്ധക്യത്തിൽ ആരും ഒറ്റപ്പെടുന്നില്ല. നമ്മളുടെ ചിന്തകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. തോൽപ്പിക്കേണ്ടത് ഒറ്റ ഒരു കാര്യം, ഞാൻ കിടക്കില്ല എന്ന് പറഞ്ഞ് മനസ്സിനെ തോൽപ്പിച്ച് വെച്ചേക്കണം. മനസ്സ് പറയും കിടക്കാം, അത് ക്ഷീണമല്ലേ, കിടക്കാമെന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം മനസ്സിനോട് പറയണം, ഇല്ല ഞാൻ അനാവശ്യമായി കിടക്കില്ല, എനിക്ക് കിടക്കണ്ട.
കിടക്കാനുള്ള സമയം രാത്രിയാണ്. അത് നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ട് നേരത്തെ കിടക്കുക, പരമാവധി നേരത്തെ എഴുന്നേൽക്കുക. ഈ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോവുള്ളൂ എന്ന് മനസ്സിനോടങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിനെ ആ ഒരു കാര്യത്തിൽ തോൽപ്പിച്ച് വെച്ചിരിക്കുക. മനസ്സിനെ കീഴടക്കി വയ്ക്കുക. മനസ്സിനെ കീഴടക്കിയാൽ പിന്നെ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ശത്രുവായി മാറുന്നത്. അതെപ്പോഴും നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുക. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിൽ.